ശംഭോ സഹദേവ, ഈ മാപ്പിളമാരെ ഒന്നും ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റണ്ട. ഇവിടെ ശുദ്ധികലശം നടത്താനൊന്നും നേരമില്ല. സുലൈമാനെ, നീ പോ. ഇയാളെ അങ്ങ് താഴെ നിന്നാ മതി. തനിക്കൊക്കെ തന്നെ മുണ്ടും കൊറിയിട്ട് അമ്പലത്തിൽ കയറാൻ അനുവാദം കിട്ടിയിട്ട് അധികം കാലവും ചരിത്രമൊന്നും ആയിട്ടില്ല കേട്ടോ. എന്ന് വിചാരിച്ച് ഈ അന്യമതക്കാർക്ക് ക്ഷേത്രത്തിനകത്ത് കയറണമെന്നുണ്ടോ? അതെ, ഈ ദേവന് ചാർത്താനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പൂവ് പുറത്ത് ഇവന്റെ കടയിലെത്തുന്നവരെ ഏതൊക്കെ മതക്കാരുടെ കൈ തൊട്ട് അശുദ്ധമാക്കിയിട്ടുണ്ടെന്ന് തനിക്ക് പറയാൻ പറ്റുമോ? ആദ്യം തന്റെയൊക്കെ മനസ്സിലാവും ഒരു ശുദ്ധി കലശം നടത്തേണ്ടത്. സഹദേവ, തന്റെ ഈ വാക്കും തോക്കും ഒക്കെ പട്ടാളത്തിൽ എടുത്താൽ മതി. ഈ അമ്പലത്തിനകത്തെ ചില ചിട്ടാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, അതനുസരിച്ച് അങ്ങ് നടന്നാ മതി. എന്നാലേ താൻ പോയിട്ട് ആദ്യ ശബരിമലയിൽ ആ വാവരി സ്വാമി ഇറക്കി വിടും. എന്നിട്ട് ശാർക്കര ക്ഷേത്രത്തില് നമ്മുടെ പ്രേംനസീർ കൊടുത്ത് ആ ആനയെ തിരിച്ചു കൊടുക്കാൻ പറ. എന്റെ ബാപ്പാന്റെ കാര്യം കൂടി. അത് ശരിയാണല്ലോ. വർഷങ്ങളായിട്ട് നമ്മുടെ ദേവന്റെ തിടമ്പേറ്റുന്ന കൂമുള്ളി മനക്കലെ ഒരു ആന ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഒന്നാം പാപ്പാനായിരുന്നതാരാ? ഈ നിൽക്കുന്ന സുലൈമാന്റെ ബാപ്പ ബഷീർ ആയിരുന്നു. അത് രാജനല്ലേ? അത് മുസ്ലിയാരുടെ വിളിപ്പേര്. അതെ, അപ്പൊ പേര് മാറ്റിയാ മതി അല്ലേ? സുലൈമാൻ സുകുമാരൻ. ഇവിടെ താനീ പറയുന്ന ജാതിയും മതമൊക്കെ പ്രസവ മുറിയിൽ ഒരു നേഴ്സ് വിചാരിച്ചാൽ മാറ്റാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് താനിപ്പോ തൽക്കാലം ആരും പുറത്താക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ രണ്ടെണ്ണം അകത്താക്കാൻ പോവാ, മനസ്സിലായോ? ഇവിടെ വെടി പൊട്ടിക്കാൻ നിൽക്കണ ഇയാൾ ഇവിടെ വന്നിക്ക ചെന്ന് പൊട്ടിക്കടാ. ഇവിടെ എനിക്ക് വേണ്ടി ഒരു 10 പൊട്ടിക്ക് പോ. സുലൈമാനെ, ഓ സോറി, സുമാരാ കയറി വാ. ഞങ്ങള് പോണേ. ചന്ദ്രിക വരുന്നുണ്ട്. സഹദേവേട്ടൻ വരുന്നതും അറിയില്ല പോണതും അറിയില്ല. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഭയങ്കര സുഖല്ലേ? പണ്ട് ഇവിടെ വെച്ച് സഹദേവേട്ടൻ എഴുതി തന്ന ചങ്ങമ്പുഴ കവിതകള് അന്ന് അച്ഛൻ്റെ കൊടുക്കണ്ടില്ലായിരുന്നു ഇപ്പഴാ തോന്നണേ. നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ചന്ദ്രിക? അതെ, മനസ്സിലാണെങ്കിൽ ഇനിയും മറുപടി തരാൻ സമയമുണ്ട് കേട്ടോ. ഇവളമാരെയൊക്കെ പ്രേമിച്ച് പുറകെ നടക്കുമ്പോ നമ്മളെ ക്യാമറ ഒന്നും പോരാ. എന്തൊരു ജാടയായിരിക്കും. പിന്നെ ഏതെങ്കിലും ഒരു മണഗുണാഞ്ചന കെട്ടി കഴിയുമ്പോ എല്ലാം കെട്ടടങ്ങും. ഈ ചന്ദ്രയുടെ കെട്ടിയോൻ എങ്ങനെയുണ്ടാ ചന്ദ്രു? സുലൈമാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മണഗുണാഞ്ചൻ. അല്ല സഹദേവടാ, ഈ ചങ്ങമ്പുഴക്ക് എഴുതി കൊടുത്ത ചന്ദ്രിക്ക് എഴുതി കൊടുത്ത ചങ്ങമ്പുഴയുടെ വരി ഏതായിരുന്നു? എങ്കിലും ചന്ദ്രികയെ നമ്മളൊരൊറ്റ കരളല്ലേ, നീ എന്റെ ജീവൻ. ഇതെന്തൊരു മോനെ, നമുക്കിട്ട് വെടിയാ. ഇതാ ചന്ദ്ര പൊട്ടിച്ചാണോ? അവൾ അത്ര വലുത് പൊട്ടിക്കാറായി. ഇവിടെ ആരെങ്കിലും വെക്കട്ടാ, നീ ഒരെണ്ണം ഒഴിക്കേ. ഏട്ടാ, പാർവതി ചേച്ചി മോനും വരുന്നു. ഇത് എത്രാമത്തെ പ്രാവശ്യം മാറ്റണം എന്നറിയാം. എന്താ സദേവേട്ടത്? എന്താ ഇങ്ങനെ നാണാവില്ലേ? ഞാൻ എന്ത് കാണിച്ചു? നാട്ടിൽ വരുമ്പോഴല്ലേ ഞാൻ മനസ്സ് തുറന്ന് ആഘോഷിക്കുന്നത്. പട്ടാളത്തിലാണെങ്കിൽ എല്ലാരും എന്നെ സാറേ സാറേ എന്ന് വിളിച്ച് ആകെപ്പെട്ട ഒരു ശ്വാസമില്ല. അതുകൊണ്ടാ മോളെ, നീ ചെല്ലേ. വേഗം വരണം. ആ കേട്ടാ, ഓ വേഗം വരണേ. ഇയാടെ വെടി പരിപാടിയൊക്കെ കഴിഞ്ഞോ? എന്താ മുഖത്ത് ചോരയൊക്കെ? സഹദേവന്റെ പേരിൽ വെടി പൊടിക്കണം പറഞ്ഞില്ലേ? ഞാൻ വെടി പൊടിച്ചോണ്ടിരുന്നപ്പോ ഉണ്ണി ഇടയ്ക്ക് വെടി പൊടിക്കണം പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. ഞാൻ സമ്മതിച്ചില്ല. അതിന് എനിക്കിട്ട് രണ്ടെണ്ണം തോന്നുന്നു. അടി കൊണ്ടല്ല സഹദേവേട്ടാ, അത് നമ്മൾ സ്ഥിരം വാങ്ങിച്ചോണ്ടിരിക്കുന്നല്ലേ, ഞങ്ങൾക്ക് ചോദിക്കാറില്ലല്ലോ. ഇതിപ്പോ ഉത്സവമായിട്ട് രണ്ടെണ്ണം അടിച്ച് നല്ല പൂസായിട്ടിരിക്കായിരുന്നു. അതിന്റെ കെട്ടങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോ പുതിയൊരെണ്ണം വാങ്ങിക്കാനാണെങ്കിൽ കാശൊട്ട് ഇല്ലേനു. മേലെടുത്ത ഉണ്ണി ചന്ദ്രയുടെ കെട്ടിയോൻ സഹദേവേട്ടാ, ഒരു മണഗുണാഞ്ചൻ. അല്ല, അവൻ ഇപ്പൊ എവിടെ ഉണ്ട്? സദേവേട്ടാ, ഇന്ന് രാത്രി അവന്റെ കഥകളിയുണ്ട്. ഇതങ്ങ് അടിച്ചേ.